കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ബജറ്റിന്റെ പ്രതികരണങ്ങൾ ആരാഞ്ഞു ചെല്ലുകയും അവിടെ വെച്ച് പ്രതികരിച്ച് സുരേഷ് ഗോപി നടന്നു പോയതിനു ശേഷം ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ ഒരു അംഗവിക്ഷേപം കാണിക്കുകയും ചെയ്തു. പല്ല് ഇറുമ്മി, അതുപോലെ തന്നെ കയ്യിലിരുന്ന മൈക്ക് ഉപയോഗിച്ച് കുത്തുന്നത് പോലെയുള്ള ഒരു ആക്ഷനാണ് കാണിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പരാമർശങ്ങൾ വന്നിരുന്നു, വിമർശനങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് ഈ ഒരു സംഭവം തൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയതാണ് എന്നുള്ളതിന് മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇദ്ദേഹം മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറാണ്. തൗഫീഖ് അസ്ലം എന്നാണ് ഈ യുവാവിൻ്റെ പേര്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് തൗഫീഖിനെ അഭിനന്ദിക്കാത്ത തരമില്ല. തൗഫീഖ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി തനിക്കിങ്ങനെ സംഭവിച്ചു പോയി, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ ഒരു ധാർമ്മിക ബോധമാണ് ഇപ്പോൾ അദ്ദേഹം തൻ്റെ തെറ്റ് തുറന്നു പറഞ്ഞതിലൂടെ, ഏറ്റുപറഞ്ഞതിലൂടെ പ്രകടമാക്കിയിരിക്കുന്നത്. തൗഫീഖ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ആകേണ്ടത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശയപരമായ ഡിഫറൻസസ് എല്ലാവരുടെ ഇടയിലും ഉണ്ടാകാം. പക്ഷേ നമ്മൾ വ്യക്തികളുമായി സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത ആശയമുള്ള ഒരു മന്ത്രിയുമായോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വ്യക്തിയുമായോ നമ്മൾ സംസാരിക്കുമ്പോൾ ബോധപൂർവം നമ്മൾ വളരെയധികം മാന്യത നമ്മുടെ ആക്ഷൻസിലായാലും വാക്കുകളിലായാലും പാലിക്കുക എന്നത് തന്നെയാണ് മനോഹരമായ മാധ്യമ പ്രവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങേക്കൊരു തെറ്റുപറ്റി, അങ്ങത് തിരുത്തി, ഇനിയിപ്പോൾ അത് അവസാനിക്കുകയാണ് ചെയ്തത്. എന്തായാലും തൗഫീഖ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ആ വാക്കുകളൊന്ന് വായിക്കാം. കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഡൽഹി കേരള ഹൗസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിരുന്നു. കേരളത്തോടുള്ള ബജറ്റിലെ അവഗണന അടക്കമുള്ള പ്രതിപക്ഷ ആരോപണത്തിൽ പ്രതികരണം തേടിയാണ് ചെന്നത്. അദ്ദേഹം ബൈറ്റ് നൽകിപ്പോയ ഉടൻ തമാശയായി ഞാൻ കാട്ടിയ അംഗവിക്ഷേപത്തോട് പ്രതികരിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. എൻ്റെ സ്ഥാപനം അംഗീകരിക്കുന്ന പെരുമാറ്റവുമല്ല അത്. അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മന്ത്രിയോടെന്നല്ല ഒരാളോടും അങ്ങനെ പെരുമാറരുത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കരുതിക്കൂട്ടിയല്ല എങ്കിൽ പോലും എൻ്റെ പെരുമാറ്റം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിൽ രോഷവും വിഷമവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംഭവിച്ചു പോയ പിഴവിൽ ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ തെറ്റ് നമുക്ക് സംഭവിക്കുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തന്നാലോ അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കിയാലോ ആ തെറ്റ് തിരുത്തി മാപ്പ് പറയുക എന്നത് വലിയ മനസ്സാണ്. അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയോട് താൻ ചെയ്ത അത് തമാശയ്ക്കാണ് താൻ ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തവസരത്തിലായാലും ഇനി എങ്ങനെയാണെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നല്ല ഒരു മനസ്സോടുകൂടി അതിന് മാപ്പ് പറയാൻ അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സിന് തന്നെയാണ് നമ്മൾ കയ്യടി നൽകേണ്ടത്. എന്തായാലും മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നേരത്തെ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരിടമാണ്. ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ആംഗ്യമോ പിഴച്ചു പോയാൽ എല്ലാം മാറി മറിയുന്ന ഒരു മേഖല തന്നെയാണ്. നമ്മളെ വിലയിരുത്താൻ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം നമ്മളെപ്പോഴും നമ്മുടെ വാക്കുകൾ ഈ ഒരു മേഖലയിൽ ഇരുന്ന് പ്രവർത്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവാണ് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വേണ്ടത്. സുരേഷ് ഗോപി എന്ന മനുഷ്യനെ മോശക്കാരനാക്കാൻ പലതരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. എങ്കിലും മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ആശയപരമായ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിലെ വ്യക്തിത്വത്തെ, അദ്ദേഹത്തിലെ ആ ഒരു ഭരണാധികാരിയെ ഒക്കെ അംഗീകരിക്കേണ്ടവർ തന്നെയാണ്. ആ അംഗീകാരം തന്നെയാണ് നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ അംഗവിക്ഷേപത്തിലൂടെയും വെളിവാകേണ്ടത്. അത് അദ്ദേഹം തിരുത്തി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരു നല്ല ഒരു നീക്കമായി തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും മാതൃകയാകട്ടെ തൗഫീഖ് അസ്ലമിൻ്റെ ഈ മാപ്പ് പറച്ചിൽ എന്നുകൂടി പറയുകയാണ്. ശരിക്കും കഴിഞ്ഞ ദിവസം ഇതുപോലെ ബജറ്റ് അവതരണം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ കേരളത്തിന് എന്ത് കിട്ടിയെന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടി അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടികൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ എയിംസ് വരും അങ്ങനെയുള്ള ചില കമൻസ് വന്നു. അതിനുശേഷം അദ്ദേഹം നടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു പര്യവസാനം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അത് ശുഭപര്യവസായിയായി മാറിയത് കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും സമാധാനിക്കാം, സന്തോഷിക്കാം. മാധ്യമപ്രവർത്തകർ അവർ ഒരിക്കലും ചതിക്കുന്നവരോ അല്ലെങ്കിൽ മോശമായി പെരുമാറുന്നവരോ അല്ല. അങ്ങനെ ആകരുത് എന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് വളരെ നല്ല ഒരു സൂചന തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.